Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. കനത്ത മഴയെ തുടർന്ന് ശ്രീമൂലനഗരം ഗ്രാമപഞ്ചായത്ത് 10-ാം വാർഡിലെ തട്ടാൻപടി റോഡിൽ വെള്ളക്കെട്ട്. 50ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശമാണ് വെള്ളക്കെട്ടിൽ ദുരിതത്തിലായത്. ശ്രീമൂലനഗരം ഗ്രാമപഞ്ചായത്ത് 10-ാം വാർഡിലെ തട്ടാൻപടി റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷമാകുന്നു. 50ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശമാണിത്. മഴ പെയ്തതിനെ തുടർന്നാണ് ഈ പ്രദേശത്ത് വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. ഇപ്പൊ മഴ തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ ഇങ്ങനെ ഇനി മഴ കൂടുതലായിട്ട് പെയ്യുന്ന സമയത്ത് എന്തായിരിക്കും ഇതിന്റെ അവസ്ഥ? ഞങ്ങളുടെ പിള്ളേരൊക്കെ ഈ വെള്ളത്തിൽ ചൂണ്ടിട്ടാണ്. ഇപ്പൊ മഴ തുടങ്ങാൻ പോണുള്ളൂ. ഇപ്പൊ അവിടെ കൂടി ഗ്രാമസഭയിൽ പറഞ്ഞപ്പോ എന്നോട് ഈ മെമ്പർ മാറ്റി വെച്ചത് നിങ്ങൾക്ക് എന്താ അധികാരം ഉണ്ടായിട്ട് പറഞ്ഞത്. അപ്പൊ ആനി ഞാനല്ലേ നിൽക്കണം. ഞങ്ങളെ എല്ലാ ഗ്രാമസഭയ്ക്കും പറയും ഈ വിവരങ്ങൾ. അത്രയും ശോചനീയമായ അവസ്ഥയാണ്. ഞാൻ 10-ാം വാർഡ് തട്ടാമ്പടിയിൽ നിന്ന് വെള്ളാരപ്പള്ളിക്ക് പോണ വഴിക്ക് തെറ്റയിൽ റോഡ് വർഷമായി വളരെ ശോചനീയ അവസ്ഥയാണ്. കാരണം ഈ റൂട്ടിൽ വെള്ളം കെട്ടിയിട്ട് ഞങ്ങൾക്ക് ആർക്കും ഒരു കുട്ടികൾക്ക് പോലും സ്കൂളിൽ പോകാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ഈ ഞങ്ങളുടെ കലങ്ക് ഒരു വണ്ടി പോലും സേഫ്റ്റി ആയിട്ട് ഞങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുള്ള. വണ്ടിയൊക്കെ ഏത് സമയത്തും താഴേക്ക് പോകുന്ന രീതിയിലാണ്. ഒരു 10-40 വീടുണ്ട് ഞങ്ങളിവിടെ. ഏതെങ്കിലും അറിയാൻ പാടില്ലാത്ത ഒരാൾ വന്നാൽ അയാൾ താഴേക്ക് പോകും. കറണ്ട് ഇല്ലെങ്കിൽ പിന്നെ അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇടയ്ക്കുള്ള ഈ സ്ട്രീറ്റ് ലൈറ്റുകളൊന്നും കത്തില്ല. പാമ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതിനകത്ത് കിടന്ന് ആരറിയാൻ. വളരെ ശോചനീയ അവസ്ഥയാണ് റോഡ്. പിന്നെ കാണാൻ പാടില്ല. നമുക്ക് ഇവിടെ ഇത്ര മോശമായിട്ട് റോഡ് അടുത്ത കാലത്തെങ്കിലും ഈ പഞ്ചായത്തിൽ ഈ ചെളി വെള്ളം കെട്ടി ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാനാണ്? ഞങ്ങൾ ഒരുപാട് പറഞ്ഞതാ, കാര്യമില്ല. ഈ റോഡിന്റെ നിർമ്മാണം തന്നെയാണുള്ളത്. അവിടെ നിന്ന് വന്നിട്ട് ഇവിടേക്ക് പൊട്ടിയിട്ട് നടുക്ക് താത്തി കണ്ട നടുക്ക് താത്തി മുകളിൽ അവിടെ ഒരു സൈഫൺ കെട്ടിയിട്ടുണ്ട്. അത് അവിടെ ഒരു കിണറിന്റെ അടുത്ത് ഇവിടുന്ന് ഒരു സൈഫൺ കെട്ടിയിട്ടാണ് കിണറിന്റെ അടുത്ത്. ആ കിണറിന്റെ അടുത്തേക്കും പോയി കഴിഞ്ഞാൽ വെള്ളം അവിടെ കെട്ടി അടിഞ്ഞ് അവിടെ അവരുടെ കിണറിൽ ഞങ്ങളുടെ മഴ ഇത്ര വെള്ളമുണ്ടോ ഞങ്ങൾക്ക്? ഈ കല്ലിന്റെ മുഖത്തിലാണ് ശരിക്കും കുട്ടികൾക്കൊക്കെ ഇവിടെ കിടന്ന് നീന്തി കളിക്കാം. ഇത് നല്ല വെള്ളമല്ലല്ലോ. ഈ മഴ ഇല്ലാത്ത ടൈം ആയതുകൊണ്ടാണ് ഇത്രയും വെള്ളം മാത്രം ഇങ്ങനെ കെട്ടി കിടക്കുന്നത്. അല്ലെങ്കിൽ ഇതിന് ഇരട്ടി വെള്ളം ഉണ്ടാവും. ഒരുപാട് പറഞ്ഞു. ഞങ്ങൾ പഞ്ചായത്തിന് മെമ്പറോട് പറഞ്ഞു, പ്രസിഡന്റിനോട് പറഞ്ഞു, സെക്രട്ടറിയോട് പറഞ്ഞു. അവര് ഇതൊക്കെ കൈമലർത്തി കാര്യങ്ങളെയാണ്. പിന്നെ നടന്നു പോണ ജനങ്ങളുടെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ അധിവസിക്കുന്നത് അവിടെയാണ്. ഒരുപാട് വീടുകൾ പണിയുന്നുണ്ട്. അവർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അതിന് താഴേക്ക് 5-8 വീട് പണിയുണ്ട് അടുപ്പിച്ചിപ്പൻ ഞങ്ങളുടെ കൂടാതെ. ലൈഫ് വരകൾ ഇഷ്ടംപോലെ പണിയുന്നുണ്ട്. അവിടേക്ക് ആൾക്കാർക്ക് കൊണ്ടാൻ ഈ സാധനങ്ങൾ കൊണ്ടാൻ ലൈഫ് വരെയാണ്. ലൈഫ് വരെ പണിയുന്നവർക്കാണ് ഈ വണ്ടി പോണ ഈ മാർഗം. വണ്ടിക്കാരാകെ ഭയന്നിട്ടൊക്കെ തന്നെ ഇതിലെ പോണത്. പിന്നെ ഈ ചെറിയ കലങ്ക് കയറുമ്പോ തന്നെ അവര് പേടിച്ച കയറണേ അവസ്ഥ നോക്കി. ഇപ്പൊ താങ്കൾക്ക് അനുഭവിച്ചാൽ തന്നെ ഇവിടെ വല്ല കാനയുണ്ടോന്ന് ചോദിച്ചില്ലേ? അറിയാൻ പറ്റില്ല. വല്ല കുഴിയുണ്ടെങ്കിൽ അറിയില്ല. ഇത് ഇത്രയും കഷ്ടപ്പെട്ട് ഇതിങ്ങനെ ഞങ്ങൾ നടന്നു പോകാനൊന്നും പറ്റാണ്ട് ഞങ്ങൾ കഷ്ടപ്പെട്ടാണ് ഇതിൽ പോണത്. ഒരു വഞ്ചി ഇടേണ്ട ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ പോണത്. ഞങ്ങൾക്ക് ഇതിൽ വെളുപ്പിന് പള്ളിയിൽ പോകാനോ അല്ലെങ്കിൽ രാത്രി സന്ധ്യ ആയി കഴിഞ്ഞാൽ അവിടെ ഒരു ആശുപത്രിയിൽ പോയോ എവിടെയെങ്കിലും പോയിട്ട് വരാനൊന്നും ഞങ്ങൾക്ക് പറ്റണില്ല. അത്രയും വെള്ളത്തിലാണ് ഞങ്ങൾ പോണത്. അതേപോലെ തന്നെ കുഞ്ഞു പിള്ളേർ സ്കൂളിൽ പോണതും ഒക്കെ അങ്ങനെ കഷ്ടപ്പെട്ട് തന്നെയാണ് പോണത്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് ഈ വെള്ളക്കെട്ട് മൂലം ഡെങ്കിപ്പനിയും ചിക്കൻ ഗുനിയൊക്കെ ആയിട്ട് ഒരുപാട് പേര് ഹോസ്പിറ്റലിലായിരുന്നു. ഈ പ്രാവശ്യം ആ അവസ്ഥയാണ് ഞങ്ങൾക്ക് വന്നത്. ഭയങ്കര വെള്ളവും ഇപ്പോഴും മഴ തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര വെള്ളക്കെട്ടാണ്. ഇത്ര ശോചനീയാവസ്ഥയാണ് ഞങ്ങളുടെ റോഡ്. ഈ റോഡിൻ്റെ അവസ്ഥ കണ്ട് ഏതൊരു അധികാരിയാണെങ്കിലും അതിനുള്ള ഇത് ചെയ്യും. നല്ല അധികാരികളാണെങ്കിൽ എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. റോഡിലെ കലങ്കും തകർന്നു കിടക്കുന്ന അവസ്ഥയിലാണെന്ന് നാട്ടുകാർ പറയുന്നു. നിരവധി ഭാരവാഹനങ്ങൾ കടന്നുപോകുന്ന റോഡാണിത്. അധികാരികളുടെ അടുത്ത് പറഞ്ഞു ഒരു കാര്യമില്ല. കഴിഞ്ഞ ദിവസം അതിഥി തൊഴിലാളികൾ ഒരു കുഴിയിൽ വീണതാ. അവരത് ആശുപത്രി പോകണ്ടോ ഈ കമ്പിമ കാലൊക്കെ കൊണ്ട്. ഇപ്പൊ ആള് നാട്ടിൽ പോയി, പണിയില്ലാണ്ട്. ഇപ്പൊ അവര് മഴക്കാലാണെന്ന് പറഞ്ഞ് അവര് പാവം വീട്ടിൽ പോയി. ഇവിടെ ഓട്ടോറിക്ഷയ്ക്കുള്ള സ്ഥലങ്ങളാണ്. ആ വിളിക്ക് നടുക്ക് ഒരു വീല് പോലും ഇതിനകത്ത്. അതായത് വിളിക്ക് ഇവിടെ ഇടാൻ പറ്റുള്ളൂ. അവിടെ പുറമെ കൊണ്ടുപോയി വണ്ടികൾ വരെ പുറത്ത് ഞങ്ങളുടെ പാർക്ക് ചെയ്യണേ. ഒരു വണ്ടി പോലും ഞങ്ങൾക്ക് കയറ്റി കൊണ്ടാൻ പറ്റുള്ള. രാത്രി സമയങ്ങളിൽ കറണ്ട് കട്ടിംഗ് ഉണ്ടായാൽ ഇതുവഴി സഞ്ചരിക്കാൻ ഏറെ ബുദ്ധിമുട്ടാണെന്ന് പ്രദേശവാസികൾ കൂട്ടിച്ചേർത്തു. വീടുകൾക്ക് ചുറ്റും വെള്ളം കെട്ടിക്കിടക്കുന്ന അവസ്ഥയിലാണിപ്പോൾ. എത്രയും വേഗം ഈ വെള്ളക്കെട്ടിന് പരിഹാരം കണ്ടെത്തണമെന്നും റോഡിലെ കലുങ്ക് പുനർനിർമ്മിക്കണമെന്നും ഇവിടുത്തുകാർ ആവശ്യപ്പെട്ടു.
അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് 100-ൽ-പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം സിവ ഇന്നർ വേൾഡ്, സിവിയ ട്രേഡ് സെന്റർ, ബിഹൈൻഡ് ചുങ്കത് ജ്വല്ലറി, അങ്കമാലി.